ജെ കേരള സ്പോർട്സ് അക്കാദമി കല്ലറയുടെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന വോളിബോൾ സമ്മർ ക്യാമ്പിന് തുടക്കമായി. വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് സമ്മർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ക്യാമ്പിന്റെ രക്ഷാധികാരി ഡോക്ടർ പ്രകാശൻ തടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഏപ്രിൽ 5 മുതൽ തന്നെ വോളിബോൾ സമ്മർ കോച്ചിംഗ് ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. ജയ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും ജില്ലാ വോളിബോൾ അസോസിയേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് കോച്ചിങ് ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വിശിഷ്ട അതിഥികളെയും ഞാൻ ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരിക്കുന്ന വൈക്കം ഡിവൈഎസ്പി ശ്രീ സിബിച്ചൻ ജോസഫ് സാർ, അദ്ദേഹം ഓൺ ദ വേ ആണ്. എങ്കിൽ കൂടി അദ്ദേഹത്തെ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ മുൻകാല വോളിബോൾ താരവും ആയ ശ്രീ ജോണി തോട്ടുങ്കൽ, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എൻ്റെയും ജയ കേരള സ്പോർട്സ് ക്ലബിൻ്റെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ രക്ഷാധികാരി ശ്രീ ഡോക്ടർ ഡി പ്രകാശൻ തടത്തിൽ അവരുകളാണ്. അദ്ദേഹം നമ്മുടെ മുൻകാല വോളിബോൾ താരമാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിക്കുക ഞങ്ങളെല്ലാവരും രവിചേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മുടെ ജയ കേരളയുടെ ആരംഭഘട്ടത്തിലുള്ള രവിചേട്ടന്, അദ്ദേഹം നല്ല രീതിയിൽ നമ്മളോട് ഈ ക്യാമ്പിന് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലെ ചിക്കാഗോയിൽ ഒരു അക്കാഡമി തന്നെ, വോളിബോൾ അക്കാഡമി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയെയും ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഗോപി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറേ അധികം പറയാനുണ്ട്. കാരണം ഞാൻ ആയിസാദ് ബ്രഹ്മാനത്തിൻ്റെ കൂടെ കളിക്കുന്ന കാലം മുതലേ സാറിനെ എനിക്ക് നല്ലവണ്ണം പരിചയമുണ്ട്. അദ്ദേഹം ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയറായ സാറാണ്. റിട്ടയറായി ആ സമയത്ത് കിട്ടിയ എല്ലാ പൈസയും, ഏതാണ്ട് 40 ലക്ഷം രൂപ അദ്ദേഹം സ്വന്തമായി മുടക്കി ഒരു അക്കാഡമി കരിപ്പാടത്ത് ഓപ്പൺ ചെയ്യുകയും അതിലൂടെ 2 വനിതാ ടീമുകളെ നമ്മുടെ കേരള സ്റ്റേറ്റിന് സംഭാവന ചെയ്യാൻ കൂടി അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയുടെ വനിതാ കോച്ചും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഹൃദയപൂർവ്വം ഞങ്ങളുടെ ജയ കേരള ടീമിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ കസ്റ്റംസ് ജോലി ചെയ്യുന്ന കുഞ്ഞുമാൻ, നമ്മുടെ സെക്രട്ടറി സജീവ്, മറ്റ് എല്ലാവരെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കായിക പ്രേമി കൂടിയായ ശ്രീ ജോണി തോട്ടുങ്കൽ അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളും. ഇവിടെ വോളിബോൾ കോച്ചിങ് ക്യാമ്പിൻ്റെ തുടക്കം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ 1978, 79, 80 കാലഘട്ടങ്ങളിൽ നമ്മുടെ ശാരദാവിലാസിനി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വന്ന് കളിക്കാത്ത ഒരു ഇന്ത്യൻ താരവും അന്നുണ്ടായിരുന്നില്ല. സുദർശന മെമ്മോറിയൽ വോളിബോൾ ടൂർണമെൻ്റ് ഭാഗമായി കേരളത്തിൻ്റെയും അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടകയിലൊക്കെയുള്ള പ്രമുഖരായ താരങ്ങൾ, എന്തിനു വേണ്ടി പറയുന്നു, മരിച്ചുപോയ ജിമ്മി ജോർജ് ഉൾപ്പെടെയുള്ള, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും, ഏലമ്മ ഉൾപ്പെടെയുള്ള വനിതാ വോളിബോൾ ടീമിൻ്റെ അന്നത്തെ കേരളത്തിൻ്റെ ക്യാപ്റ്റനായിരുന്ന ആലമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ വന്ന് കളിച്ചിട്ടുണ്ട്. അതുകൂടാതെ ദേശീയ തലത്തിൽ എന്നും കല്ലറയും പെരുന്തുരുത്തും തമ്മിലൊരു വാശിയേറിയ മത്സരമായിരുന്നു.
അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാം. അപ്പം അങ്ങനെ ആ വോളിബോളിൻ്റെ അന്നത്തെ ആ ഒരു രീതിയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ വോളിബോൾ കല്ലറക്കാർക്കൊരു പ്രത്യേക താല്പര്യവും മറ്റു കാര്യങ്ങളൊക്കെ വരാൻ കാരണം. അങ്ങനെ ഉടലെടുത്ത ഒരു വോളിബോൾ പ്രസ്ഥാനത്തിൻ്റെ ടീമാണ് ജയകേരള. ജയകേരള ആദ്യഘട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ കളിക്കാനൊന്നും ഇല്ലായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വോളിബോൾ ടൂർണമെൻറ്റൊക്കെ നടക്കുമ്പോൾ കണ്ടിരുന്നു. 81 എനിക്ക് ജോലി കിട്ടി പോകുന്നിടം വരെ ജയകേരളയുടെ പ്രവർത്തനങ്ങൾ ഞാൻ വിലയിരുത്തിയിട്ടുള്ളയാളാണ്. നമ്മുടെ ചന്തപ്പറമ്പിലും മറ്റ് പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വോളിബോൾ ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ കോട്ടയം ജില്ലയിൽ പല സ്ഥലത്തും ഇവർ ടീമുമായിട്ട് പോവുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയകേരളയുടെ ഭാരവാഹികൾ ഉത്തരവാദിത്തപ്പെട്ടവർക്കെല്ലാം ജോലി കിട്ടി. അവരെല്ലാവരും ആ രംഗത്തു നിന്ന് പതുക്കെ അവൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ട സാഹചര്യം വന്നു. എല്ലാവരും അന്നുണ്ടായിരുന്ന ജയകേരളയിലുണ്ടായിരുന്ന മിക്ക പ്രവർത്തകർ, ഇപ്പോൾ ഇവിടെ പ്രകാശൻ സാറാണെങ്കിലും സജീവാണെങ്കിലും അദ്ദേഹത്തിന് പോലീസിൽ കിട്ടി. അങ്ങനെ ഓരോരുത്തരും ദിനേശൻ അങ്ങോട്ട് പോയി, പിന്നെ പ്രകാശ് സജിമോൻ പട്ടാളത്തിൽ പോയി. അങ്ങനെ എല്ലാവരും, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും തന്നെ രംഗം വിട്ടതിൻ്റെ പേരിൽ പതുക്കെ ജയകേരള അങ്ങോട്ട് സൃഷ്ടിക്കാൻ തുടങ്ങി. പിന്നെ ജയകേരളയുടെ ഒഴുങ്ങലും സജീവ് ഒരു പ്രാവശ്യം വന്നപ്പം നമ്മുടെ വെളുത്തേടത്തെ സജീവ്, പുള്ളി ജയകേരളയുടെ ഒരു പ്രവർത്തകനായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു ജയകേരളയുടെ പേരിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, രൂപീകരിച്ചോ, നമ്മുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സജീവ് പോയി, പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഇത് ടീമിന് ഇവിടെ ജയകേരള ടീം വീണ്ടും ഈ ജോലിക്ക് പോയവരെല്ലാം തിരിച്ചു വന്നു. അവരുടെ എല്ലാം മനസ്സിലിങ്ങനെ വോളിബോളിൻ്റെ ആ ഒരു ആത്മാവിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും നമുക്കൊന്ന് സംഘടിപ്പിക്കണം. പക്ഷേ സംഘടിപ്പിക്കാനുള്ള കുറച്ച് സമയമെടുത്തെങ്കിലും ഇപ്പോഴും സമയമൊന്നും പോയിട്ടില്ല. ജയകേരളയുടെ ഈ പരിപാടി, ഈ വോളിബോൾ കോച്ചിങ് ക്യാമ്പും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് ഉണ്ടാകട്ടെ. അതിന് കല്ലറ പഞ്ചായത്ത് പറയുമ്പോൾ ഒരു 4-5 മാസം കഴിഞ്ഞാൽ ഈ ഭരണത്തിൽ പോകും. ഈ നാട്ടിലെ ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്നതിന് പിന്നിൽ വേറെ ഒരു വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ഈ സമ്മർ ക്യാമ്പിൽ പള്ളിക്കൂടം അടച്ചിരിക്കുവാണ് 2 മാസം. പിള്ളേർ ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം. കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ പേരിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിറങ്ങും. എന്നിട്ട് കൂട്ടുകൂടാർ കൂടി എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് ഇപ്പം പഴയ പോലെയുള്ള എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പള്ളിക്കൂടം വിട്ട് കഴിഞ്ഞാൽ ഈ അവധി കാലത്ത് ഞങ്ങൾ ചീട്ട് കളിയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ആ എക്കമ്മ പാടശേഖരത്തിലൊക്കെ പോയിരുന്ന് ചീട്ട് കളിക്കും. അതായിരുന്നു. ചീട്ട് കളിക്ക് വലിയ ദോഷമൊന്നുമില്ല, പൈസയൊന്നും വെച്ചായിരുന്നില്ല. ഇനി ഇടയ്ക്ക് ഇച്ചിരി പൈസയൊക്കെ വെച്ചും കളിക്കുമായിരുന്നു കേട്ടോ. എന്നാലും മയക്കുമരുന്ന് അല്ലെങ്കിൽ കഞ്ചാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഇറങ്ങിയിരുന്നില്ല. പക്ഷെ കാലം മാറി, കഥ മാറി. ഇപ്പം വെക്കേഷൻ ടൈമിനായാലും അല്ലാത്ത സമയങ്ങളിലൊക്കെ പിള്ളേർ ഈ പരിപാടിയായിട്ട് നടക്കുക. പിന്നെ വേറെ ഒരെണ്ണമുള്ളത് ഈ സാധനം നമ്മുടെ ഒന്നും ചെറുപ്പകാലത്ത് ഇത് ഇല്ലായിരുന്നത് ഭാഗ്യമാണ്. ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നമായി പോകും. ഇത് ഈയിടെ ഇറങ്ങിയതായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മുടെ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന് യുവതലമുറയെ മാത്രമല്ല, കുടുംബത്തിൻ്റെ അന്തരീക്ഷം തകർക്കുന്നു, വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, അച്ഛനും അമ്മയും വഴക്ക് പറയുന്നു, അവസാനം അവൻ്റെ മനോനില തെറ്റുന്നു, അവൻ ചിലപ്പോൾ അതിന് വേണ്ടി ആത്മഹത്യ വരെയും ചെയ്യാനുള്ള ചാൻസുകൾ ഏറെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജയകേരള ഇപ്പോൾ ഈ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ഈ വെക്കേഷൻ ടൈമിൽ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ വോളിബോൾ പരിശീലിക്കും. അവർ വേറെ രീതിയിലേക്ക് മാറിപ്പോകത്തില്ല, ചിന്തിക്കത്തില്ല. അവർക്ക് അടുത്ത ദിവസം വരുമ്പോൾ അവനെ തോപ്പിക്കണം, അല്ലെങ്കിൽ അവൻ്റെ കളിയേക്കാളും നല്ലതായിട്ട് ഞാൻ കളിക്കണം എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയായിരിക്കും അവർ വരുന്നത്. അതൊരു നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ നമുക്കിവിടെ ഗ്രൗണ്ട് എന്ന് പറയാനായിട്ട് പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ട് നമ്മുടെ സ്റ്റേഡിയത്തിലുണ്ട്. ഇതുപോലെ തന്നെ പൊക്കി കെട്ടിയതാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ വേണമെങ്കിൽ നമുക്ക് നടത്താം. പക്ഷേ ഇതിനേക്കാളും നല്ല സൗകര്യമുള്ള സ്ഥലം ഇവിടെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം. നമുക്ക് ആ കൂടെയുള്ളൊരു സ്ഥലം അതേ ഉള്ളൂ. പിന്നെ ചന്തപ്പറമ്പ് വർഷങ്ങളായി ജയകേരളയുടെ പരിപാടിയൊക്കെ നിന്നു കാടും പള്ളയും പിടിച്ച് കിടന്നു. അതിന് അവസാനം വണ്ടിക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. വണ്ടിക്കാർ അവരെ വൈകുന്നേരം ആകുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവിടെയാണ്. കള്ളുകുടിയും മൂത്രവഴിയിലും മറ്റു കാര്യങ്ങളെല്ലാം അവിടെയായി. അത് വളരെ ഒരു ദയനീയാവസ്ഥയിലേക്ക് പോയപ്പോഴാണ് നമ്മളത് വേറെ റൂട്ടിലേക്ക് മാറ്റിയെടുത്തത്. അപ്പോൾ ആ റൂട്ട് ഇപ്പം സിബിച്ചൻ സാർ വന്നിട്ടില്ല. അത് നമ്മൾ സാഫല്യം ചെയ്യാൻ പോവുകയാണ്. 2 മാസം മാക്സിമം 2.5 മാസം പൈസയൊക്കെ അനുവദിച്ചു. ഇത്രയും നാളും സർക്കാർ പൈസ അനുവദിക്കാത്തതായിരുന്നു കാരണം. ഇപ്പോൾ പൈസയൊക്കെ അനുവദിച്ചുകൊണ്ട് 2-2.5 മാസത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷൻ അവിടെ ഉണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് വേറെ ഗ്രൗണ്ട് നമുക്ക് പറയാനുള്ളത് അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രൗണ്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഉപയോഗിക്കാം. നമ്മുടെ എല്ലാവരുടെയും കൂടെ ഗ്രൗണ്ടാണ്. പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മളാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഗ്രൗണ്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ രീതിയിലാണെങ്കിലും നമ്മുടെ ജേക്കൻ പുള്ളിയാണ് ഇവിടുത്തെ ജയകേരളയുടെ ഒരു ക്യാപ്റ്റൻ പണ്ടത്തെ കാലത്ത്. ഇപ്പോഴും പുള്ളി വിടത്തില്ല ഒരു കാര്യത്തിലും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ എല്ലാവിധ പിന്തുണയും നൽകുന്നു. പിന്നെ കേരളോത്സവം പോലെയുള്ള പദ്ധതിയിൽപ്പെടുത്തി നിങ്ങൾക്ക് ആവശ്യമായ നെറ്റോ ബോളോ എന്തെങ്കിലും വേണമെങ്കിൽ പഞ്ചായത്തിൽ ഞാനുള്ളപ്പം നമുക്ക് തരാം. ഇപ്പം നിങ്ങൾ എങ്ങനെയൊക്കെയായി സംഘടിപ്പിച്ച് എനിക്കറിയത്തില്ല. പഞ്ചായത്തിൻ്റെ വകയായിട്ട് കേരളോത്സവം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അത് നടപ്പിലാക്കുമ്പോൾ നമുക്ക് വോളിബോൾ മത്സരങ്ങൾ നടക്കും. അതിനുവേണ്ടി നമ്മൾ നെറ്റും ബോളും ഒക്കെ മേടിക്കാറുണ്ട്. മത്സരം കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അത് ആ കളിക്കുന്ന ഗ്രൗണ്ടിലാണ് കൊടുക്കാറുള്ളത്. ഒരു പ്രാവശ്യം പുത്തമ്പള്ളി വെച്ച് നടന്നായിരുന്നു, അവർക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ നടക്കുമ്പം അവർക്ക് കൊടുത്തിട്ട് പോവുക. അപ്പോൾ നമുക്കിനി അടുത്ത പഞ്ചായത്തിൻ്റെ വോളിബോൾ പഞ്ചായത്ത് തല പരിപാടി നമുക്ക് ഇവിടെ വെച്ച് നടത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും. പിന്നെ ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗികൻ സൂചിപ്പിച്ചു, ഞാൻ ചെറുപ്പത്തിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പന്ത് വോളിബോൾ കളി ഉണ്ടായിരുന്നു പണ്ട്. പ്ലാസ്റ്റിക് വലിയ പന്തെടുത്ത് അതിനകത്തൊക്കെ ഇവരുടെ കൂടെ കളിച്ചിട്ടുണ്ട്. പിന്നെ കളിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായില്ല. പിന്നെ എനിക്ക് ജോലി കിട്ടി ഞാൻ പോവുകയത്. തിരിച്ചു വന്നപ്പോൾ ഞാൻ വേറെ രീതിയിലേക്ക് മാറി. അതുകൊണ്ട് കളിക്കാനുള്ള ഒരവസരം ഞാൻ കളിക്കാരനൊന്നുമല്ല. പ്ലാസ്റ്റിക് ബോൾ കൊണ്ടുള്ള കളിക്കാരനായിരുന്നു പണ്ടത്തെ. അന്ന് ബോളൊക്കെ മേടിക്കാൻ കാശില്ലായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് വോളിബോളിനോട് വളരെ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ക്രിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വോളിബോളിലേക്ക് ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ കൊണ്ടുവന്ന് നല്ലൊരു കോച്ചിങ് കൊടുത്ത് എല്ലാ വർഷവും ഇവിടെ ഒരു ടൂർണമെൻ്റൊക്കെ നടത്തി മറ്റ് ടീമുകളെയൊക്കെ നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ടീമുകളെയൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു ടൂർണമെൻ്റൊക്കെ നടത്തട്ടെ. അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഏക്കാലം ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്ത ജയകേരളയുടെ മുൻ ഭാരവാഹികൾ, ഉദ്യോഗസ്ഥരിൽ വിരമിച്ചവർ, ഇവിടെ ഉള്ളവർ, ഷിജു ഒക്കെ ഇവിടെ ഉള്ളവരാകട്ടെ. പക്ഷേ ഷിജു ഒറ്റയായിപ്പോയി. ഷിജുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ ഷിജു മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു. ബാക്കിയുള്ളവരെല്ലാം ഒത്തുകൂടിയപ്പോൾ ഇതൊരു നല്ല പ്രസ്ഥാനമായിട്ട് മാറട്ടെ. നമ്മുടെ രവിചേട്ടനെ പോലെയുള്ള ആൾക്കാർ, അദ്ദേഹം ചിക്കാഗോയിൽ കോച്ചിങ് ക്യാമ്പ് നടത്തുന്നുണ്ടെങ്കിലും കല്ലറക്കാരൊന്നും അവിടെ ഇല്ല. അവിടെയുള്ളവർക്ക് വേറെ അവിടുത്തെ സായിപ്പും പിള്ളേരോ അല്ലെങ്കിൽ അവിടെയുള്ള മലയാളികളുടെ പിള്ളേരൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വോളിബോൾ ജയകേരളയുടെ ഈ കോച്ചിങ് ക്യാമ്പിന് രവീന്ദ്രൻ ചേട്ടൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും, എല്ലാ കാര്യത്തിലും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നല്ല സംരംഭത്തിന് ഒരിക്കൽ കൂടി ആശംസ അറിയിക്കുന്നു. പഞ്ചായത്തിൻ്റെ ഏത് സഹായം ഏത് സമയത്തും നിങ്ങൾക്ക് ലഭ്യമാകും, ഞാനുള്ളിടത്തോളം കാലം. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു രക്ഷയില്ലാത്ത രക്ഷാധികാരിയാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ അവസാനം പറയും ഈ രക്ഷാധികാരിയെ കൊണ്ട് രക്ഷയില്ല. കാരണം ഒരു കാര്യത്തിന് ഞാനിവിടെ വരാറില്ല. ഇന്ന് തന്നെയാണെങ്കിലും പറഞ്ഞ സമയത്ത് എത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഒഴിഞ്ഞ പോസ്റ്റിലേക്ക് എന്നെ വെച്ചത്. അതുകൊണ്ട് വലിയ പ്രശ്നം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടന്നു പോകും ഒരു രക്ഷാധികാരി അല്ലേ? അങ്ങനെയല്ല രക്ഷാധികാരി ഗുണം, ഒരു ഗുണം അങ്ങനെയാണ്. പക്ഷെ തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് പുനരുജ്ജീവിച്ച് വന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളൊന്ന് ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് അത് പിന്നീട് അത് കഴിഞ്ഞപ്പോഴേക്കും അത് പിരിച്ചുവിടേണ്ട, അത് കുറച്ചുകൂടി ഫ്രൂട്ട്ഫുള്ളായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വളരെയേറെ ആൾക്കാരുടെ നിർദ്ദേശങ്ങളും അവരുടെയൊക്കെ സഹകരണം കൊണ്ടാണ് ഇങ്ങനെയൊരു ക്ലബിന് വീണ്ടും ഒരു ജീവൻ ഉണ്ടായത്. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു കാര്യം കഴിഞ്ഞപ്പോൾ ആ കൂട്ടായ്മ പിരിച്ചുവിടേണ്ട, അത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാമെന്നുള്ളൊരു പൊതു കാഴ്ചപ്പാടുണ്ടാവുകയും അതും പ്രകാരം നമ്മൾ ആദ്യം ചെയ്ത ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ സീനിയേഴ്സായിട്ടുള്ള കളിക്കാരെ നമ്മൾ ഇവിടെ വിളിക്കുകയും ഈ റിസോർട്ടിൽ തന്നെ വിളിക്കുകയും അവരെ നമ്മൾ ആദരിക്കുകയും ഒരു ചെറിയ വിരുന്ന് നടത്തുകയൊക്കെ ചെയ്യേണ്ടായി. അതായിരുന്നു നമ്മുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഒരു പബ്ലിക് ഒരു ഇൻ്റർഫറൻസ് പറയുന്നത് അതായിരുന്നു. അപ്പോൾ തുടർന്ന് അതിനൊരു സംഘടനയുടെ ഒരു രൂപം വരികയും ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റിയൊക്കെ ഞങ്ങൾ തനിയെ ഉണ്ടാക്കുകയും തുടർ പരിപാടികളിലേക്ക് പോവുകയാണ് ചെയ്തത്. വളരെ ചുരുക്കമായ സാമ്പത്തിക സ്രോതസ്സ് നമുക്കുണ്ടായിരുന്നുള്ളൂ. ഈ പങ്കെടുത്ത ആൾക്കാർ തന്നെ വരുന്ന ചിലവുകൾ മീറ്റ് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം നടത്തിപ്പോകുന്നത്. ഒരു പിരിവും നമ്മൾ പുറത്ത്
എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കല്ലറയുടെ, പ്രത്യേകിച്ച് കല്ലറയുടെ എന്ന് പറയണം, ഏറ്റവും വലിയ കായിക വിനോദമായ വോളിബോൾ ഇപ്പോൾ ഏകദേശം മൺമറഞ്ഞു പോയി എന്ന് പറയാവുന്ന ഒരു സ്ഥിതിയിലാണ്. അപ്പോൾ ഏറെ കായിക പ്രേമി, പ്രത്യേകിച്ച് വോളിബോൾ പ്രേമികളുള്ള കല്ലറയിൽ ആ ഒരു വോളിബോളിൻ്റെ പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ തലമുറ, ചെറിയ കുട്ടികളെ അവർക്കൊരു പരിശീലനം കൊടുത്തുകൊണ്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് അവരെ മികവുറ്റ വോളിബോൾ കളിക്കാരാക്കി മാറ്റി നാഷണലിലും ഇന്റർനാഷണലിലും ഒക്കെ ശോഭിക്കാൻ തക്കമുള്ള ഒരു പ്ലെയറാക്കി മാറ്റിയെടുക്കാനായിട്ട് ഒരു ക്യാമ്പ് നടത്തണമെന്നൊരു നിർദ്ദേശം വരികയും ഒരിക്കലും പരാജയപ്പെട്ടാൽ എതിരെ ആൾ ജയിച്ചു എന്നുള്ളൊരു വിശ്വാസവും അങ്ങനെ അംഗീകരിക്കാനുള്ളൊരു ഒരു മാനസിക സ്ഥിതി നമുക്ക് ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നിങ്ങൾ ഈ സ്പോർട്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു തോൽവി അംഗീകരിക്കാനും ജയത്തെ അംഗീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് സ്പോർട്സിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പം അതുകൊണ്ട് പറ്റുന്നിടത്തോളം കുട്ടികൾ ഈ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കണം. ഇത് നിങ്ങളുടെ ഒരു കരിയറിന് മാത്രമല്ല, നിങ്ങളുടെ സ്വഭാവത്തിന് കൂടി, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും കൂടി, നിങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ കൂടി വളരെ നല്ല ഒരു പ്രവർത്തനമാണ് ഈ ക്യാമ്പിൽ നിങ്ങൾ സഹകരിക്കുക എന്നുള്ളത് എന്ന് മാത്രം പറയുന്നു. എനിക്ക് 5 മിനിറ്റാണ് പറഞ്ഞിരുന്നത്. ഭാഗ്യത്തിന് നമ്മുടെ ഇവരുണ്ടല്ലോ, 2 പേരുണ്ടല്ലോ. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനി നമ്മുടെ രവിചേട്ടൻ പറയാനുണ്ട്, വിശിഷ്ടാതിയായിട്ട് വന്ന ഗോപി സാറ് സംസാരിക്കാനുണ്ട്, കുഞ്ഞ് സംസാരിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ഘാടകൻ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരിക്കൽ കൂടി ഇതിനു വേണ്ടി അക്ഷീണമായിട്ട് പ്രവർത്തിച്ച കുറേ പേരുണ്ട്. ക്ലബിൻ്റെ നേരത്തെ തന്നെ പ്രവർത്തിച്ച, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുമ്പോൾ അവരൊക്കെ ഓരോ സ്പാർക്കുണ്ട് മനസ്സിൽ, ഇതിങ്ങനെ നടത്തണം. പക്ഷേ അതൊരു കൂട്ടായ്മയായിട്ട് മാറിയില്ല. ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കൂടിയപ്പോൾ മാത്രമാണ് ഇതൊരു കൂട്ടായ്മയിലേക്ക് മാറുകയും ഇത് വീണ്ടും ഒരു ക്ലബ്ബായിട്ട് വരികയും ചെയ്തത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചറിലേക്ക് വരാനായിട്ട് ഒട്ടേറെ ത്യാഗങ്ങൾ ഈ കുട്ടികൾ, എൻ്റെ കൂട്ടുകാർ സഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഭാരവാഹികളായിട്ട് ദിനേശനും സജീവും ഗോപന് കുഞ്ഞുമാന് അങ്ങനെ ഒത്തിരി പേരുണ്ട്, പറയാണ്ട് കുറേ പേരുണ്ടാവും. അപ്പോൾ കൂടാതെ നമുക്ക് ഈ സ്ഥലം ഇങ്ങനെ ഒരു ക്ലബ്ബ് ഒരു കോർട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അത് സർവാൻമന അത് ഉപയോഗിച്ചോളാൻ പറഞ്ഞ ഫിലിപ്പ് അല്ലേ ഓണിശ്ശേരി ഈ റിസോർട്ടൊക്കെ നമുക്ക് ഒരു ദിവസം കൂടാനായിട്ട് തന്നു. അതൊക്കെ വിട്ടു തന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ തരുണത്തെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പ് നടത്താനായിട്ട് ഒത്തിരി സഹായങ്ങൾ നമുക്ക് പലരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം. ഈ ഇങ്ങനൊരു ടീം ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ നാഷണൽ ലെവലിൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ കളിച്ച് വളരട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്, അല്ല മധുവൊക്കെ ഉണ്ട്. മധു ഉണ്ടോ അവിടെ ഇൻ്റർനാഷണൽ പോയോ? നമ്മുടെ കണ്ണൻ സുധീർ. അപ്പോൾ അങ്ങനെ ആൾക്കാർ നമുക്കിവിടെ ഉണ്ട്. കുഞ്ഞുമാനാണെങ്കിൽ ഒരു നാഷണൽ പ്ലെയറാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒത്തിരി പേരെ ഇവിടെ വളർത്തിവിടാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും നിരവധി കുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ അവസരം തന്നതിൽ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമ്പിന് എല്ലാ വിജയവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ആശംസകൾ അറിയിച്ച് സംസാരിക്കുവാൻ സീനിയർ വോളിബോൾ പ്ലെയർ ശ്രീ രവീന്ദ്ര ഭവൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വോളിബോളിനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കും. അതുകൊണ്ട് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി പറഞ്ഞതുപോലെ ഞാൻ ചിക്കാഗോയിൽ ഒരു വോളിബോൾ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 39 വർഷത്തിൽ കൂടുതലായി. അത് ജോണി പറഞ്ഞ പോലെ അവിടുത്തെ വൈറ്റ് പിള്ളേരൊന്നുമല്ല, നമ്മുടെ മലയാളി പിള്ളേർ മാത്രമേ ഉള്ളൂ. അത് ഞാൻ കല്ലറക്കാരുണ്ട്, എൻ്റെ ടീമുകളുണ്ട്. അപ്പം അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 സ്റ്റേറ്റിൻ്റെ ടീമായിട്ട് കളിച്ചിട്ട് ഇപ്പം 13 സ്റ്റേറ്റുകളുടെ ടീം കളിക്കുന്നുണ്ട്. അതുകൂടാതെ കാനഡ ടീം കളിക്കുന്നുണ്ട്. പിന്നെ ജോണി ആദ്യം പറഞ്ഞതുപോലെ ഈ ശാരദാവിലാസിനി സ്കൂളിൻ്റെ അവിടെ ഞാൻ കളിക്കുന്ന സമയത്ത് നമ്മുടെ ലെജൻഡായിരുന്ന ജിമ്മി ജോർജിൻ്റെ കൂടെ ഒപ്പം കളിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് പുള്ളിയുടെ മരണത്തിന് ശേഷം ഈ വോളിബോൾ ക്ലബിൻ്റെ മെമ്മോറിയൽ ജിമ്മി ജോർജ് വോളിബോൾ ടൂർണമെൻ്റാക്കി ഞങ്ങൾ മാറ്റി. സോ അങ്ങനെ പറയുമ്പം പിന്നെ അതുപോലെ തന്നെ പറയുമ്പം എൻ്റെ ജീവിതത്തിൽ പറയുമ്പം ജോണി ആദ്യമേ പറഞ്ഞു അവർ റബ്ബർ പന്ത് കൊണ്ട് ഉണ്ടാക്കി. ഞാനത് ഈ ഒട്ടുപാല് പറിച്ച്
ബോളുണ്ടാക്കി കളിച്ചിട്ടുണ്ട്, ആ ഭാഗം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ കഴിയാൻ ശ്രമിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞങ്ങളെ പഴയ കളിക്കാരെ റെക്കഗ്നൈസ് ചെയ്തിട്ട് എനിക്കറിയാമല്ലോ, ഞാനാണ് ആദ്യമേ അത് ഇവരോട് പറഞ്ഞത്. ഈ പിള്ളേർ നിങ്ങൾക്ക് എനിക്കറിയാൻ മേല, ഞാൻ ഓരോ വർഷം ഇവിടെ വരുമ്പോഴും നമ്മുടെ ഈ കല്ലറയിലെ പിള്ളേരുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് ഒത്തിരി സങ്കടം തോന്നുന്നു. ഒരു പക്ഷേ നിങ്ങൾ പേരൻസിന് അതേപ്പറ്റി കൂടുതൽ അറിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കൊരു പക്ഷേ ആ പിള്ളേർ വേറെ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ മേലാത്ത ഒരു രീതിയിലായി പോകുന്നുണ്ട്. അതേസമയത്ത് ഇപ്പം ഒരു പറഞ്ഞ പോലെ ഈ പിള്ളേരുടെ ശ്രദ്ധ ഒരു സ്പോർട്സിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അവർ ഡിസിപ്ലിൻ ആവും. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ അവർക്കൊരു മനസ്സുണ്ടാകും. എനിക്കത് ഈവൻ അമേരിക്കയിൽ തന്നെ എനിക്ക് പല അനുഭവങ്ങളുണ്ട് അതേപ്പറ്റി. അവിടെ നല്ലൊരു കളിക്കാരൻ തന്നെ ആവശ്യമില്ലാത്ത ഒരു മീറ്റിങ്ങിൽ കൂടിക്കഴിയുമ്പം ഒരു സിഗരറ്റ് വലിച്ചതിന് ഒരു പയ്യന്, വൈറ്റ് പയ്യനാണ്, അവനെ ആ ടീമിൽ നിന്ന് ഇറക്കി വിട്ട വിവരം എനിക്ക് സ്വന്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അത്രയ്ക്ക് ഡിസിപ്ലിനാണ് അവിടെ അവരെടുത്തിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞത്, എൻ്റെ അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു വോളിബോളിൻ്റെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ചെല്ലാണ്ടത് കണ്ണൻ പോകുന്നു, കണ്ണനെപ്പം എപ്പോൾ കണ്ടാലും പറയും അവന് ഒരു ജീവിതം ഉണ്ടായത് ഞാൻ കാരണമാണെന്ന് പറയും. എന്തായാലും ഞാൻ പറയാൻ വന്നത്, ഓരോരുത്തർക്കും ഓരോ ചാൻസ് ഈ സ്പോർട്സിൻ്റെ ലെവലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ രാജ്യത്ത് ഞാൻ പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പം സ്പോർട്സിന് കുറച്ച് വില കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് നല്ല രീതിയിൽ നടത്തിയിട്ട് പിള്ളേരുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് അവരെ നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന എന്ന് വിചാരിക്കുന്നു. അതിനുള്ള ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കഴിവിനുള്ള എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കും. സോ പ്രത്യേകിച്ച് പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പറഞ്ഞാൽ പോരാ, ഈ പിള്ളേരെ പഞ്ചായത്തിൻ്റെ രീതിയിൽ ഇവരെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ജോണിയോട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതെ പറഞ്ഞു, പക്ഷെ അത് പിന്നീട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ചിലപ്പം പറയും, ഈ പ്രസംഗ കൂട്ടത്തിൽ പറയും, പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ചെയ്യും, എനിക്കറിയാം. ഓക്കെ 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 ജോണി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യും. പറ്റുമെങ്കിൽ ഇപ്പോൾ ഈ കോർട്ട് മാറ്റിയിട്ട് പഞ്ചായത്തിൻ്റെ സ്ഥലം അവിടെ ഉണ്ടെന്നാണ് എന്നോട് പിള്ളേർ പറഞ്ഞത്. അപ്പം പറ്റുമെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ സ്ഥലം കൊടുത്തിട്ട് ഇവർക്കൊരു കോർട്ടുണ്ടാക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം. അത് ഇത് പഞ്ചായത്തിൻ്റെ അല്ലല്ലോ, ആണോ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ അത് പുള്ളി സമ്മതിച്ചു കേട്ടോ, പഞ്ചായത്തിൻ്റെ സ്ഥലം കിട്ടും. ഓക്കെ ഓക്കെ, അതെനിക്കറിയാം. അപ്പം വേണ്ട രീതിയിൽ ചെയ്യാൻ ഞാൻ പിന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ സഹ കളിക്കാരായിട്ടുള്ള ബഹുഭൂരിപക്ഷം പേരും ഇവിടെ ഉണ്ട്. 80ൻ്റെ തുടക്കത്തിലൊക്കെ കേരള കല്ലറ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കല്ലറ ടീം എന്ന് പറയുമ്പോൾ കല്ലറ ടീം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ വൈക്കം താലൂക്കിൽ മാത്രമല്ല, നമ്മുടെ ഈ മേഖലയിൽ വളരെ അധികം അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വലിയ ടീമാണ്. അവിടുത്തെ ഓരോ പ്ലേയേഴ്സിനും തനതായ ശൈലിയിൽ എതിർ ടീമിനെ ഏത് നിലയ്ക്ക് അന്ന് 15 പോയിൻ്റ് ആയിരുന്നത് കൊണ്ട് ഏതവസ്ഥയിലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ടാലൻ്റുള്ള പ്ലെയേഴ്സായിരുന്നു. അവരെല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട്, പ്രിയമുള്ള നാട്ടുകാരെ, ഞാൻ എന്നെപ്പറ്റി ഞാനിവിടെ വരാൻ കാരണം തന്നെ, ഞാനൊരു സാധാരണ ഈ പാടത്ത് അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ പണിയൊക്കെ എടുത്ത് ജീവിക്കുന്നൊരു വീട്ടിലെ പിറന്നതാണ്. പക്ഷെ വോളിബോൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വോളിബോൾ എന്ന് പറയുന്ന ഒരു വലിയ മഹത്തായ ലോകത്തിലെ തന്നെ മഹത്തായ ഗെയിം, ഏറ്റവും ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്ന മഹത്തായ ഗെയിം വോളിബോൾ തന്നെയാണ്. ഇപ്പോൾ ആരെങ്കിലും സമർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചും അത് ഞാൻ എൻ്റെ അറിവ് കൊണ്ട് പറയാൻ എനിക്ക് സാധിക്കും. കാരണം ഫുട്ബോൾ ഉണ്ടായത് തല വെട്ടിയതിന് ശേഷം കാലുകൊണ്ട് തട്ടിക്കൊണ്ട് രാജാവിനെ കാണിക്കാൻ കൊണ്ടുപോയതാണ്. അതിനകത്തുള്ള ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അതീവ മാരകമായിട്ടുള്ള ഒരു കളിയാണ്, ഇഞ്ചുറി കൂടുതലുള്ളൊരു കളി. അസം വോളിബോളിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ കണ്ടുപിടിച്ചതാണ്. ആ ഡോക്ടർ മാനസികമായി രോഗികളെ അല്ലെങ്കിൽ അശരണരായിട്ടുള്ളവരെ അവരുടെ റിക്രിയേഷൻ ടൈമിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി സൈക്കോളജിക്കലി ഉള്ള അപ്രോച്ച് കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തൊരു ഗെയിമാണ്. അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും പ്രയോഗത്തിന് വ്യത്യാസമുണ്ടെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് എനിക്ക് കുട്ടികളോടാണ് പറയാനുള്ളത്. എനിക്കൊരു ചെറിയ സ്റ്റേഡിയമുണ്ട്,
ഞാനൊരു ഫസ്റ്റ് ബിഗിനേഴ്സിനെ പഠിപ്പിക്കുന്ന ഒരാളാണ്. ആലപ്പുഴ ജില്ലയിലെ വോളിബോൾ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം വോളിബോൾ ആലപ്പുഴ ടീം, ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് ഒരു വിന്നിങ് ടീമിനെ ആക്കിയെടുത്തതിൽ എനിക്ക് മുഖ്യമായ പങ്കുണ്ട്. ഞാൻ പോകുന്നതിന് ശേഷം ഇതുവരെ വീണ്ടും ഒരു വിന്നിങ് നിലവാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ വരെ ഉണ്ടായിട്ടില്ല. ഞാനെപ്പോഴും എൻ്റെ പിള്ളേർ ഇപ്പോൾ തന്നെ അവിടെ തന്നെ പഠിക്കുന്നുണ്ട്, ഇവിടുത്തെ പല കോളേജുകളിലും പഠിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഒന്നിച്ച് കളിച്ചിരുന്ന ഒരു കാലയളവിൽ 2 ഇന്ത്യൻ പ്ലേയേഴ്സും ഒരുപിടി കേരള സ്റ്റേറ്റ് പ്ലേയേഴ്സും കേരള യൂണിവേഴ്സിറ്റി വിന്നേഴ്സും ആക്കി അവർ പല മേഖലയിലും ജോലി ചെയ്യുന്നവരിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, വോളിബോൾ എന്ന് പറയുന്നത് വളരെ സ്കില്ല് ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻസ്റ്റിങ്ക്റ്റ്, ജന്മവാസന ഏറ്റവും കൂടുതലുണ്ടായിരിക്കേണ്ട ഒരു കളിയാണ് വോളിബോൾ എന്ന് പറയുന്നത്. ആ കല്ലറ മേഖലയെക്കുറിച്ച് അറിയാം. അന്ന് നമുക്ക് സമയമുണ്ടായിരുന്നതുകൊണ്ട് മാത്രമല്ല, ഈ കളി അതീവ വാശി, ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ഈ കളിയെപ്പോലെ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്നൊരു കളിയല്ല ഫുട്ബോൾ എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ എല്ലാം നൈമിഷികമായി കളിക്കുന്ന ക്രിക്കറ്റ്, 20-20 ക്രിക്കറ്റ് എന്ന് പറയുന്ന അതേപോലത്തെ കളി കളിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ വന്ന് നിൽക്കുന്ന ഒരാളും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കോ, നിങ്ങളെല്ലാവരും, ഞാൻ ടീച്ചറാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ ഫാൻ ആരാണ്? പ്ലെയേഴ്സിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട പ്ലെയേഴ്സിൻ്റെ പേര് പറയും? ഒന്ന് പറയുമോ? എടാ ആരുടെയും എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഏതെങ്കിലും ഒരു ഫുട്ബോൾ പ്ലെയേഴ്സ് ആണെങ്കിൽ അത്, വോളിബോൾ പ്ലെയേഴ്സ് ആണെങ്കിൽ അത്, ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആണെങ്കിൽ അത്, നിങ്ങൾ പറയും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാൻ. ആ സിനിമയിലാണ് നിങ്ങൾ വിജയിയോ അല്ലെങ്കിൽ സൂര്യയോ പറയും. ക്ലാസ്സിൽ ഭയങ്കര അടിയല്ലേ, അതുകൊണ്ട് ആ പ്രായത്തിലുള്ള നിങ്ങൾക്ക് ചിലപ്പം അതായിരിക്കും പറയേണ്ടത്. ആരെങ്കിലും ഒരാൾ പറയൂ. എല്ലാവരുടെയും പുറത്ത് മെസ്സി, റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിട്ടുണ്ട്. എനിക്ക് അത് തന്നെ വേണം നിർബന്ധിക്കുന്ന കുട്ടികൾ അതിനകത്തുണ്ട്, ഇല്ലേ? നിങ്ങളിവിടെയുള്ള മുഴുവൻ പ്ലേയേഴ്സിനെ അറിയുമോ? നിങ്ങൾ എനിക്കറിയാമല്ലോ അവർ, നിങ്ങൾക്കറിയാമോ കുട്ടികൾക്ക്? മറ്റൊന്ന്, നിങ്ങൾ ഒരാൾക്കും ഒരു ഫാൻ ഇല്ലേ? ഫോണായിരിക്കും നിങ്ങളുടെ ഫാൻ. നിങ്ങൾ വെറുതെ ഒരു ടീച്ചറോട് പറയുന്ന രീതിയിലൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന ഒരു ടീച്ചറോട് പറയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരും പ്രതികരിക്കുന്നില്ല. ഇതാണ് കുഴപ്പം. ജിമ്മി ജോർജ്, അത് ആരോ പറയിപ്പിച്ച് പറഞ്ഞതാ. അപ്പോൾ ജിമ്മി ജോർജിൻ്റെ കളി നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ജിമ്മി ജോർജിനെ പറഞ്ഞത് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ കളിക്കുന്ന ആരെങ്കിലും ക്രിക്കറ്റ് പ്ലേയേഴ്സിൻ്റെയോ? നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കാമോ സാറിന്, അല്ലെങ്കിൽ എന്താണ് ആരെയാണ് ഇഷ്ടമെന്ന് ചോദിക്കാമോ? എനിക്ക് എന്നെ ഇഷ്ടം, എൻ്റെ കളിയാണ് എനിക്കിഷ്ടം, എൻ്റെ ഫാൻ ഞാനാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും കളിക്കും, നിങ്ങളെല്ലാവരും സച്ചിനെ പോലെയോ. കല്ലറ എന്ന് പറയുന്നത് ജയകേരള കല്ലറ ഒരു കാലത്ത് പേര് കേട്ട ഒരു വോളിബോൾ ക്ലബ്ബായിരുന്നു. പല സ്ഥലത്തു നിന്നും ജയകേരള സ്പോർട്സ് ക്ലബ്ബിൽ അല്ലെങ്കിൽ വോളിബോൾ ഇതിൻ്റെ ട്രോഫികൾ പല ടൂർണമെൻറ്റുകളിൽ നിന്നും അന്ന് ലഭിച്ചിട്ടുള്ളതാണ്. അന്ന് എനിക്ക് തോന്നുന്നത് ചന്തപ്പറമ്പിലായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കളി കാണാനായിട്ട് പലപ്പോഴും എൻ്റെ ഹൈസ്കൂൾ കാലങ്ങളിൽ, അല്ലെ UP സ്കൂൾ, ഹൈസ്കൂൾ, അതായത് ഒരു 80 to 90 കാലഘട്ടങ്ങളിൽ സുവർണ്ണ കാലഘട്ടമായിരുന്നു വോളിബോളിൻ്റെ. ഇവിടെ ടൂർണമെൻറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മധുരവേലി നടത്തിയിരുന്നു. അതുപോലെ തന്നെ 2-3 വാസ്കോ വാലാച്ചറയിൽ ഒരു ടൂർണമെൻറ്റ് വളരെ ഗംഭീരമായിട്ട് നടത്തിയിരുന്നു. കല്ലമ്പാറയിലൊരു ക്ലബ്ബുണ്ടായിരുന്നു. നമ്മുടെ ഉഴവൂർ അരീക്കരയിൽ ക്ലബ്ബുണ്ടായിരുന്നു. അതുപോലെ മണിമല, ചാരുവേലി, അവിടെ 2-3 ക്ലബ്ബുകൾ വളരെ നന്നായിട്ട്. അപ്പോൾ അന്ന് ഒരു 80-90 അല്ലെങ്കിൽ 95 വരെയുള്ള കാലഘട്ടങ്ങളിൽ വോളിബോൾ വളരെ വളരെ ഭംഗിയായി, വളരെ ആഘോഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ധാരാളം ടൂർണമെൻറ്റുകൾ, ലോക്കൽ ടൂർണമെൻറ്റുകൾ നടത്തിയിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്നുവെങ്കിലും എൻ്റെ ഹൈസ്കൂൾ കാലങ്ങളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ ഈ കല്ലറയിൽ അന്ന് വോളിബോൾ കളിച്ചിരുന്ന പലരും പോലീസിലായിട്ടും, എന്നെക്കാളും കൂടുതൽ ഞാനത് പറയുന്നത് ശരിയല്ല, പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത് തോന്നുന്നു, നേവിയിലോ അല്ലെങ്കിൽ എയർഫോഴ്സിലോ എവിടെയൊക്കെയോ ഈ കളിയുടെ പ്രത്യേകത കൊണ്ട് എല്ലാവർക്കും തന്നെ സർക്കാർ ജോലികൾ കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമായിരിക്കില്ല അവരുടെ യോഗ്യത.
എങ്കിലും ഈ വോളിബോൾ അല്ലെങ്കിൽ സ്പോർട്സിലുള്ള താല്പര്യങ്ങൾ ഒരു പരിധിവരെ അവർക്ക് അതിന് ഒരു പുഷ് അല്ലെങ്കിൽ ഒരു പ്രേരണ അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവരണം അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവരണം ഉദ്ദേശിച്ച് റിസർവേഷനല്ല ഉദ്ദേശിച്ച് അതിനുള്ള ഒരു ചവിട്ടുപടിയാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ വോളിബോൾ സമ്മർ കോച്ചിങ് ക്യാമ്പിൻ്റെ പ്രത്യേകത നിങ്ങൾ ഈ സമയത്ത്, അതായത് ഈ കാലഘട്ടത്തിൽ വെച്ചതിന് വളരെ പ്രസക്തിയുണ്ട്. ഒന്ന്, ക്രിക്കറ്റിൻ്റെ ആധിപത്യം മൂലം, പിന്നെ ഈ ISL ഫുട്ബോളുകൾ, IPL ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ ആധിക്യമുള്ളതുകൊണ്ടും അതുപോലെ തന്നെ ദൃശ്യ മാധ്യമങ്ങൾ ഇതിന് കൂടുതൽ പബ്ലിസിറ്റിയും മറ്റ് അതുപോലെ ഇതിൻ്റെ ലൈവ് ഇത് ചെയ്യുന്നതുകൊണ്ട്, ലൈവ് ഇത് ചെയ്തുകൊണ്ട് എന്താ പറയുക, അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ആ കളികളിലേക്ക് നമ്മുടെ യുവത്വവും അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ വഴിമാറപ്പെട്ടിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്പോർട്സിലേക്ക് നമ്മൾ തിരിയേണ്ട കാര്യം, നമ്മളുടെ സമൂഹം ഇപ്പോൾ ലഹരിയിലേക്ക്, കള്ളും കഞ്ചാവിൽ നിന്നൊക്കെ വലുതായി. ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവുകളുടെ അല്ലെങ്കിൽ ഹൈബ്രിഡ് രാസലഹരികളുടെ കാലമാണ്. MDMA ഒക്കെ തോറ്റുപോവുകയാണ്. MDMAക്കുള്ള പ്രശ്നം, അത് പെട്ടെന്ന് അഡിക്ഷനാകും. ഒരു 7-8 കൊല്ലം വരെ ജീവിതത്തിൻ്റെ സ്പാനുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ ഇത് 1-2 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡിക്ഷനാകും. ഉപയോഗിക്കുന്നവർ 7 കൊല്ലം കൊണ്ട് തീർന്നു പോകും പല അസുഖങ്ങൾ കൊണ്ട്. പക്ഷേ ഈ രാസലഹരി, പ്രത്യേകിച്ച് ഈ ഹൈബ്രിഡ് കഞ്ചാവുകൾ, അത് മണ്ണിൽ വളരുന്നതല്ല. നമ്മൾ കച്ചിയിൽ കൂണൊക്കെ ഉണ്ടാക്കുന്ന പോലെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3 വർഷം വരെ ജീവിതത്തിന് ഇതുണ്ടാവുള്ളൂ. ജീവിതം അന്നേരത്തേക്ക് നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾ തീർന്നു പോവുകയും പരിപാടികൾ തീരുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ട് അവൻ മാത്രമല്ല നശിക്കുന്നത് അവൻ്റെ സുഹൃത്തുക്കൾ, സമൂഹം, നമ്മുടെ എല്ലാം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കെല്ലാം ഒരു കടമയുണ്ട്. നമ്മളുടെ സമൂഹത്തിൽ, നമ്മളുടെ ചുറ്റുവട്ടത്തിൽ, നമ്മളുടെ കുടുംബങ്ങളിൽ ആരും ഇല്ല എന്നൊന്നും കരുതിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല, എൻ്റെ മക്കളങ്ങനെയല്ല, എൻ്റെ അനിയൻ അങ്ങനെയല്ല എന്ന് കരുതരുത്. ഇതിന് നോ എന്ന് പറയുന്നതിൽ കൂടുതൽ ആളുകൾ കൊണ്ടേ കൊടുക്കുവാനും അല്ലെങ്കിൽ ഇവരെ ഈ വലയിൽ വീഴിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. നമ്മൾ കണ്ണടച്ചിട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ആരെങ്കിലും അങ്ങനെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയ സംശയമെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പോലീസിനെയോ എക്സൈസിനെയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും എന്തുമാത്രം ശക്തമാണ് ഈ മാഫിയ. ഒരു അമ്മ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്വന്തം മകനെ ഇവനിങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്. പത്രത്തെ വായിക്കുന്നുണ്ട്, ഈ പൈസയ്ക്ക് വേണ്ടി, ലഹരി വാങ്ങാനുള്ള പൈസയ്ക്ക് വേണ്ടി അപ്പനമ്മേനെയൊക്കെ കൊല്ലുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഒരമ്മ, നിങ്ങൾ പത്രത്തിൽ ഈ അടുത്ത കാലത്ത് വായിച്ചു, ഒരമ്മ മകനെ പോലീസിൽ കൊണ്ടയപ്പിക്കുക, ഇവനെ എങ്ങനെയെങ്കിലും നന്നാക്കല്ല, ഇവനെ ജയിലിലിട്, എനിക്ക് പേടിയാണെന്ന്. എത്രമാത്രം അനുഭവിച്ചിട്ടായിരിക്കും. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ബാലുശ്ശേരിയിൽ വടകര DYSP, എൻ്റെ ബാച്ചുകാരനാണ് പ്രബോധൻ, അവൻ്റെ അടുത്തൊരു ഈ MDMA ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആൾ വന്നിട്ട് പറയുകയാണ്, സാറേ ഞാനൊരു അഡിക്റ്റഡാണ്, എന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഡീലക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ഒന്ന് നന്നാക്ക്. എനിക്ക് നന്നാകാൻ വേണ്ടിയിട്ടല്ല, ഒരു 10 പേരെങ്കിലും ഈ കാര്യം അറിഞ്ഞുകൊണ്ട് എൻ്റെ പേര് പറയുക, ഞാൻ അഡിക്റ്റഡാണ്, എൻ്റെ പേര് പറയുക, എന്തൊക്കെയുള്ള ഈ നാശങ്ങൾ അല്ലെ എൻ്റെ ഈ ദോഷങ്ങൾ കണ്ടിട്ട് ഒരു 10 പേരെങ്കിലും അതിൽ നിന്ന് മാറിയാൽ ഏറ്റവും നന്നാവുക. അതുകൊണ്ട് പോലീസ് അത് ഏറ്റെടുക്കുക, അത് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. ഈ മറ്റ് ലഹരികളിൽ നിന്ന്, അതായത് ഈ വിഷലഹരികളിൽ നിന്ന്, രാസലഹരികളിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റേ ലഹരിയിൽ നിന്നും നമുക്ക് സ്പോർട്സിലേക്ക് വഴിതിരിയാം. അത് വോളിബോളായാലും ഫുട്ബോളായാലും ഷട്ടിലായാലും എന്തായാലും ആരോഗ്യവും അതുപോലെ തന്നെ മാനസിക സംതൃപ്തിയും ഉണ്ടാകാനായിട്ട് ഈ സ്പോർട്സിലേക്ക് തിരിക്കാൻ നിങ്ങൾ മുൻകൈയെടുത്ത ഈ സമ്മർ കോച്ചിങ് ക്യാമ്പിലെ പ്രവർത്തനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത നമ്മുടെ ജയകേരള സ്പോർട്സ് അക്കാദമി കല്ലറയെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിനെയും വളരെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ പ്രസിഡൻറ്റും മറ്റു മെമ്പർമാരും, അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരും, തീർച്ചയായും ഈ സമ്മർ കോച്ചിങ് ക്യാമ്പ് കൊണ്ട് നമ്മളിൽ ഒരു പിടി നല്ല മക്കൾ അല്ലെങ്കിൽ കഴിവുറ്റവർ ഉണ്ടാകട്ടെ, നല്ല മത്സരങ്ങൾ നടക്കട്ടെ, ആരോഗ്യപരമായിട്ട് മത്സരങ്ങളുണ്ടാകട്ടെ, അതുവഴി നമ്മുടെ ചിന്തകളും മനസ്സും ശരീരവും ശുദ്ധമാകട്ടെ, നല്ല ആരോഗ്യമുള്ള തലമുറ ഉണ്ടാകട്ടെ, ലഹരിയിൽ നിന്ന് വിമുക്തമാകട്ടെ.
ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിക്കും അഗാധമായ നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഈ കാര്യത്തിലേക്ക് ക്ഷണിച്ച ഈ ക്ലബിൻ്റെ ഭാരവാഹികളും മറ്റ് സുഹൃത്തുക്കളുമായ എല്ലാവർക്കും നന്ദി പറയുന്നു. ഏതായാലും ഈ സമ്മർ ക്യാമ്പിൻ്റെ കോച്ചിങ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ കോച്ചിന് ബോൾ കൈമാറി നിർവഹിക്കുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട DYSP സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട DYSP സാറിനോട് റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ജയകേരള ക്ലബിന്റെ രക്ഷാധികാരി ശ്രീ ഡോക്ടർ പ്രകാശൻ തടത്തിൽ, അദ്ദേഹം വോളിബോളിലൂടെ വളർന്നു വന്ന ആളാണ്. ഇപ്പോൾ ഈ കുറച്ചു കാലം മുമ്പ് അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയുണ്ടായി. അദ്ദേഹത്തെ ആദരിക്കുവാൻ ബഹുമാനപ്പെട്ട DYSP സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുള്ളൂ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഷെയ്റ്റ് കുമാർ സാർ, അദ്ദേഹം ഇപ്പോൾ ASI ആണ്. അദ്ദേഹവും ജയകേരള ക്ലബിലൂടെ കളിച്ച് വളർന്ന് വന്ന ആളാണ്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ആദരിക്കുവാൻ ബഹുമാനപ്പെട്ട DYSP സാറിനെ ക്ഷണിച്ചുള്ളൂ. താങ്ക് യു സാർ. നമ്മൾ ഇന്നിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം ഇവിടെ എല്ലാവരും വിശദീകരിച്ചു. ലഹരിക്കെതിരെ പോരാടുക, സ്പോർട്സിൽ നമ്മുടെ നാടിനും പ്രശസ്തിയും മെഡലുകളും നേടിയെടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഗോപി സാറ് പറഞ്ഞ പോലെ ഇവിടെ മുഖ്യാതിഥിയായിട്ട് എത്തിയിട്ടുള്ള ഗോപി സാറ് പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മളെ നാട്ടിൽ നടക്കുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാനുള്ള രീതിയിൽ നമ്മൾ വളരുക എന്നുള്ളത് അത്യാവശ്യമാണ്. മയക്കുമരുന്ന് അടിച്ചാലും ശ്രദ്ധിക്കും, പക്ഷേ അത് വേറൊരു രീതിയിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതിൽ നിന്നും ഈ ലഹരിയിലേക്ക് ഏവർക്കും എല്ലാ കുട്ടികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്ങൽ അവർക്ക് ക്ലബിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഉദ്ഘാടന കർമ്മം സമയത്തിൻ്റെ കുറവുണ്ടെങ്കിൽ പോലും ഇവിടെ എത്തി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു തന്ന നമ്മുടെ വൈക്കം DYSP സിബിച്ചൻ ജോസഫ് സാറിനും ഈ അവസരത്തിൽ ക്ലബിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തിയ ഈ ക്ലബിൻ്റെ എല്ലാമായിരുന്ന ഡോക്ടർ പ്രകാശൻ തടത്തിൽ അവർക്ക് ക്ലബ് രക്ഷാധികാരിയാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിക്കുന്നു. ആശംസാ പ്രസംഗം നടത്തിയ കല്ലറയുടെ തന്നെ സീനിയർ വോളിബോൾ പ്ലെയർ ശ്രീ രവീന്ദ്രൻ അവർക്കും ഈ അവസരത്തിൽ എൻ്റെ പേരിലും ഈ ക്ലബിൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഇതിനു വേണ്ടി അക്ഷീണം ഓടി നടക്കുന്ന ക്ലബ്ബ് പ്രസിഡന്റ് ദിനേശൻ VK, സെക്രട്ടറി സജീവം, മറ്റ് ക്ലബിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, പ്രവർത്തകർ, പിന്നെ അഭ്യുദയകാംക്ഷികളായ കുറേ നാട്ടുകാരും ഇവിടെ വന്ന് നമ്മളെ പല കാര്യങ്ങളും സഹായിക്കുന്നുണ്ട്. ഇവരെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ കോർട്ടിന് ഇവിടെ അവസരം തന്ന ഈ കുടുംബാംഗം, ഓണിശ്ശേരി കുടുംബാംഗവും റിസോർട്ടിൻ്റെ ഉടമയുമായ ഫിലിപ്പ് ചേട്ടൻ ഞങ്ങളുടെ ക്ലബ്ബംഗം തന്നെയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിനും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഒരു മാസം കൊണ്ട് നല്ല വോളിബോൾ പ്ലേയേഴ്സ് ആയി വരണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു മാസം കൊണ്ട് ഇവര് വോളിബോളിനെ സ്നേഹിക്കുന്നവരായി മാറണം എന്ന ആഗ്രഹമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സ്കൂളുകളിലൊക്കെ 1000 കുട്ടികളാണ് ഫുട്ബോളിന്റെ സെലക്ഷൻ എത്തുന്നതെങ്കിൽ വോളിബോളിന് വെറും 100 കുട്ടികളാണ് എത്തുന്നത്. അപ്പോൾ അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂളുകളിൽ നിന്നും സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും വോളിബോൾ എന്ന കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുള്ള എല്ലാ പിന്തുണയും ജയകേരള സ്പോർട്സ് അക്കാദമി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. Service change. Service change to Wycombe Sixers 2-0.